സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി UDF-ൽ കലാപം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥികളെ അംഗീകരിക്കില്ലെന്ന് കൊല്ലം DCC. തെരഞ്ഞെടുപ്പിൽ കൊല്ലം സ്വദേശികളെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് തന്റെ നിലപാടെന്ന് DCC അധ്യക്ഷൻ എഴുകോൺ സത്യശീലൻ വ്യക്തമാക്കി. കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കാൻ ലക്ഷ്യമിടുന്ന 8 മണ്ഡലങ്ങളിലും കൊല്ലം സ്വദേശികളെ മത്സരിപ്പിക്കണമെന്ന നിലപാടിലുറച്ച കൊല്ലം DCC നേതൃത്വം പുറമെ നിന്നുള്ളവരെ കെട്ടിയിറക്കാൻ ശ്രമിച്ചാൽ അംഗീകരിക്കില്ലെന്നും DCC അധ്യക്ഷൻ എഴുകോൺ സത്യശീലൻ മുന്നറിയിപ്പ് നൽകി. 8 സീറ്റ് കോൺഗ്രസിന് തന്നെ നിലനിർത്താനും അത് ജില്ലയിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ കൊണ്ട് തന്നെ മത്സരിപ്പിക്കാനും കഴിയണം എന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. പുറത്തുനിന്നുള്ള കോൺഗ്രസിലും പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികൾ ഇറക്കം കൊണ്ടുവരാതെ ഇവിടെയുള്ളവരെ തന്നെ സെലക്ട് ചെയ്തു പോകണമെന്നും ശക്തമായ അഭിപ്രായം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനുണ്ട്. മുമ്പ് ജില്ലയിൽ നിന്ന് അയൽ ജില്ലയിലേക്ക് താമസം മാറ്റിയവരും സിനിമാ രംഗത്തുള്ളവരെയും സ്ഥാനാർത്ഥിയായി വേണ്ടെന്നാണ് തങ്ങളുടെ നിലപാടെന്നും എഴുകോൺ സത്യശീലൻ വ്യക്തമാക്കി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. പത്തനാപുരത്ത് നടൻ ജഗദീഷിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ വ്യാപക പോസ്റ്റുകളും ഇന്ന് പ്രത്യക്ഷപ്പെട്ടു. ശക്തമായി ഇറക്കുമതി സ്ഥാനാർത്ഥികൾക്കെതിരെ ശക്തമായ നിലപാടാണ് പ്രാദേശിക നേതൃത്വം കൈക്കൊള്ളുന്നത്. ഇരവിപുരത്ത് RSPക്കെതിരെ മുസ്ലിം ലീഗിന്റെ പോസ്റ്റുകളും വരുന്നു. UDF-ൽ സ്ഥാനാർത്ഥി ചർച്ചകൾ കൊല്ലം ജില്ലയിൽ കീറാമുട്ടിയായി മാറുന്ന സാഹചര്യമാണുള്ളത്. രാജ്കുമാർ വിശദാംശങ്ങളുമായി ചേരുന്നു. രാജ്കുമാർ, വ്യക്തമായി ഒരു നിലപാടിലേക്ക് പ്രാദേശിക നേതൃത്വമടക്കം ജില്ലാ നേതൃത്വമടക്കം പോവുകയാണോ? പത്തനാപുരമടക്കം ഇരവിപുരമടക്കം ഉള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് പത്തനാപുരത്ത് ജഗദീഷിനെ കൊണ്ടുവരുന്നു. ഇത്തരത്തിൽ ഇറക്കുമതി സ്ഥാനാർത്ഥികൾ വേണ്ട എന്ന് യൂത്ത് കോൺഗ്രസും അടക്കം ജില്ലാ നേതൃത്വമടക്കം നിലപാടിലേക്ക് പോവുകയാണോ? ഇതില് പത്തനാപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ പേരിലാണ് പോസ്റ്ററെങ്കിലും ആ പോസ്റ്ററിന്റെ പിന്നിൽ യൂത്ത് കോൺഗ്രസ് മാത്രമല്ല, ഇതിൽ അവിടെ പരിഗണിക്കപ്പെടുന്ന പല സ്ഥാനാർത്ഥികളും അതിന്റെ പിന്നിലുണ്ട്, അല്ലെങ്കിൽ നേതാക്കന്മാർ പിന്നിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാജ്ഭവൻ ഉണ്ണിത്താന് ഈ കുണ്ടറ സീറ്റ് മതി എന്നുള്ള ഒരു ആവശ്യവുമായി അദ്ദേഹം ശക്തമായ രംഗത്തുണ്ട്. അതേസമയം രാജ്ഭവൻ ഉണ്ണിത്താനെ പത്തനാപുരത്ത് മത്സരിപ്പിക്കണമെന്നുള്ള ആവശ്യമാണ് മറ്റു പലരും മുന്നോട്ട് വെക്കുന്നത്. ഇതിന്റെ പേരിൽ കൊല്ലത്തെ UDF ചെയർമാനായിട്ടുള്ള കരുണാകരൻ പിള്ളയുമായി രാജ്ഭവൻ ഉണ്ണിത്താൻ കൂമ്പുകൂർക്കുകയും ചെയ്ത സംഭവം കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു. എന്തായാലും പത്തനാപുരത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന പോസ്റ്ററിൽ പറയുന്നത് വരുത്തന്മാരെ യാതൊരു കാരണവശാലും പത്തനാപുരത്ത് മത്സരിപ്പിക്കാൻ തങ്ങൾക്ക് വേണ്ട. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുകയും വിയർപ്പൊഴുക്കുകയും ചോര ഒഴുക്കുകയും ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്ത് ചെയ്യണം, തങ്ങളൊക്കെ ഇനി എന്ത് ചെയ്യണമെന്ന് KPCC നേതൃത്വം വ്യക്തമാക്കണമെന്നാണ് ഇതിൽ പോസ്റ്ററിൽ പ്രധാനമായും പ്രദർശിപ്പിച്ചതിലൂടെ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ പിന്നിൽ പല നേതാക്കന്മാരും ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഗണേഷ് കുമാറിനെതിരെ, അതായത് പത്തനാപുരം സീറ്റ് എന്നുള്ളത് UDF-ന് യാതൊരു ജയസാധ്യതയും ഇല്ല എന്നുള്ള നിലയിലാണ് DCC-യുടെയും പ്രാഥമികമായ വിലയിരുത്തൽ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ചില നേതാക്കന്മാരെ ബലി കൊടുക്കാനായി പത്തനാപുരത്തേക്ക് കൊണ്ട് നിർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പല നേതാക്കന്മാരും ഈ ക്യാമറയ്ക്ക് മുന്നിൽ അല്ലാതെ അവരുടെ അനുഭവം പങ്കുവെക്കുന്നത്. അതേസമയം കൊല്ലം ഇരവിപുരത്ത് RSPയും ലീഗും തമ്മിൽ നിലനിൽക്കുന്ന തർക്കം അത് അതിരുവിട്ട് പുറത്തേക്ക് വരുന്നതിന്റെ ആദ്യ സൂചനകൾ വന്നു തുടങ്ങി. ഇരവിപുരത്ത് RSPക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ലീഗിന്റെ സാധാരണ പ്രവർത്തകരെ കിട്ടില്ല എന്ന മുന്നറിയിപ്പുമായിട്ടുള്ള പോസ്റ്ററുകളാണ് ഇരവിപുരത്ത് വ്യാപകമായി പതിപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ UDF ജില്ലാ കൺവെൻഷനിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത കൺവെൻഷനിൽ ലീഗ് നേതാക്കന്മാരും ഏതാനും ചില പ്രവർത്തകരും മാത്രമാണ് പങ്കെടുത്തത്. ഒട്ടും ആവേശമില്ലാത്ത ഒരു പരിപാടിയായി മാറി എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉന്നയിച്ചിട്ടാണ് ലീഗ് നേതാക്കന്മാരും പ്രവർത്തകരും അവിടെ വേദി വിട്ടത്. ഇത് ആദ്യഘട്ടത്തിൽ അവർ ഇത് ബഹിഷ്കരിക്കാനും തീരുമാനിച്ചിരുന്നു. ലീഗിന് ഏതെങ്കിലും വിജയസാധ്യതയില്ലാത്ത ഒരു സീറ്റ് നൽകി ഒതുക്കാനോ അല്ലെങ്കിൽ പൂർണ്ണമായും സീറ്റ് നൽകാതിരിക്കാനോ ഉള്ള എല്ലാ നീക്കവും ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ അതിന് കച്ചകെട്ടി രംഗത്തുണ്ട്. RSP വന്നതോടുകൂടി ജില്ലയിൽ മറ്റു പാർട്ടികൾ UDF-ലുള്ള ഘടകകക്ഷികളൊന്നും തന്നെ ഇല്ല എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയതിന്റെ അമർഷം ലീഗ് നേതാക്കന്മാരിലും പ്രവർത്തകരിലും അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികളിൽപ്പെട്ടവർക്കും വലിയ തോതിൽ ഒരു പ്രതിഷേധമായി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. രാജ്കുമാർ, ഒരുപക്ഷെ ജില്ലയിൽ ഓരോ മണ്ഡലങ്ങളിലും കാലങ്ങളായി പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർ അവരുടെയൊക്കെ തന്നെ പൊതുവികാരം മാനിക്കാതെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ തന്നെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്നോ ഇറക്കുമതി ചെയ്യുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്ന വ്യക്തമായ സന്ദേശം പ്രത്യേകിച്ച് തന്നെ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം
പുനലൂർ നിയോജകമണ്ഡലം, ഈ പറയുന്ന പത്തനാപുരം നിയോജക മണ്ഡലത്തിന് തൊട്ടടുത്തുള്ള പുനലൂരിലടക്കം കഴിഞ്ഞ തവണ ഒരു പക്ഷേ ഇറക്കുമതി സ്ഥാനാർത്ഥി ജോൺസൺ എബ്രഹാമിനെ മത്സരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അടക്കം കടുത്ത തിരിച്ചടി നൽകി. അങ്ങനെ വിവിധ മണ്ഡലങ്ങളിലൊക്കെ തന്നെ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് വികാരം മുന്നോട്ട് പ്രകടിപ്പിച്ച പാർട്ടിയാണ് ജില്ലയിലെ നേതൃത്വം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പത്തനാപുരത്തടക്കം അല്ലെങ്കിൽ മറ്റ് മേഖലയിലടക്കം ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചടി ഉറപ്പാണ് എന്ന സൂചനയാണോ DCC അധ്യക്ഷന്റെ വാക്കുകളിൽ നടക്കം പ്രകടമാകുന്നത്? തീർച്ചയായും നമുക്ക് പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പുനലൂർ മണ്ഡലം എന്നുള്ളത് എക്കാലവും അതൊരു കോൺഗ്രസിന്റെ ഒരു സീറ്റായി പരിഗണിക്കപ്പെടുന്നത് ഇല്ല. പലതവണ മുമ്പ് MP രാഘവൻ തന്നെ മത്സരിച്ച് തോറ്റ മണ്ഡലം കൂടിയാണ് പുനലൂർ മണ്ഡലം. അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ആ സീറ്റ് ഘടകകക്ഷിക്ക് നൽകി. ഇക്കുറിയും അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് നൽകണമെന്നുള്ള ഒരു വികാരം UDF നേതൃത്വം കൊല്ലം DCC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതിനെതിരായ ഒരു വികാരം കൂടിയാണ് ഇന്ന് സ്ഥാനമൊഴിയുന്ന കൊല്ലം DCC പ്രസിഡന്റ് എഴുകോൺ സത്യശീലൻ നമ്മളോട് പങ്കുവച്ചതും അദ്ദേഹം അത് കൃത്യമായി തന്നെ അതിൽ അദ്ദേഹത്തിന്റെ നിലപാട് DCCയുടെ നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഒരുപക്ഷെ ഇതിൽ ജഗദീഷ് അതുപോലെ തന്നെ പുറമെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള കോൺഗ്രസിൽപ്പെട്ട സ്ഥാനാർത്ഥികളോ ഇവിടെ മത്സരിക്കുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല. എന്തായാലും തുടർ ഭരണം എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്ന് പ്രാദേശികമായി പറയുന്ന അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ പരമാവധി കോൺഗ്രസ് സീറ്റുകൾ കോൺഗ്രസ് ഇതിൽ മത്സരിപ്പിക്കുക. അങ്ങനെയെങ്കിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി അതിലുണ്ടായ പ്രത്യാഘാതങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവരുന്നതിന് കോൺഗ്രസ് പ്രവർത്തകരെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിന് കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് DCC നേതൃത്വം ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പുറമേ നിന്ന് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞത്. അത് ഒരുപക്ഷെ പത്തനാപുരം മണ്ഡലത്തെ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് പ്രഖ്യാപിച്ചത്. M. ലിജു, PC വിശ്വനാഥ് തുടങ്ങിയ പലരുടെയും പേരുകൾ കൊല്ലം ജില്ലയിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതുകൂടി കണ്ടുകൊണ്ടാണ് DCC പ്രസിഡന്റ് എഴുകോൺ സത്യശീലൻ അദ്ദേഹം രാജ്കുമാർ നമ്മളിപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് നമ്മുടെ വിഷയമായി ഈ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് KPCയുടെ വക്താവ് കൂടിയായ രാജ്മോഹൻ ഉണ്ണിത്താനെ ബന്ധപ്പെട്ടു. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് എന്തായാലും പത്തനാപുരത്ത് താൻ മത്സരിക്കാനുള്ള ആഗ്രഹമേ തനിക്കില്ല. മാത്രമല്ല യൂത്ത് കോൺഗ്രസ്സുകാർ പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ടെങ്കിൽ അത് യൂത്ത് കോൺഗ്രസ്സുകാരാണ് പ്രതികരിക്കേണ്ടത്. മാത്രമല്ല DCC പ്രസിഡന്റ് മറിച്ചൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹം അതാണ് തുറന്നു പറയേണ്ടതെന്നും പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തായാലും നേതാക്കന്മാർക്ക് പോലും ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോയാൽ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല, പണി കിട്ടിയേക്കാമെന്ന ഒരു ചിന്തയെങ്കിലും അല്പമെങ്കിലും വരുന്നുണ്ട് എന്ന ഒരു തോന്നലാണോ ഉള്ളത്? തീർച്ചയായും ഞാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് എല്ലാ തെരഞ്ഞെടുപ്പ് വേളകളിലും അതിനി ലോക്സഭയാണെങ്കിലും നിയമസഭയാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും ശരി തന്നെ ബോർഡ് കോർപ്പറേഷനുകൾ വീതം വെക്കുന്ന കാര്യത്തിൽ പോലും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും എക്കാലവും കോൺഗ്രസിലുണ്ട്. അത് നേതാക്കന്മാർക്കും അറിയാം. അതിനെ തരണം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം ഈ ഓരോ തെരഞ്ഞെടുപ്പുകളും ഓരോ ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ തീരുമാനിക്കുമ്പോഴും വലിയ തോതിലുള്ള ഒരു അസഹിഷ്ണുത കോൺഗ്രസിനുള്ളിൽ അതൊരു മുഖപടലമായി തന്നെ വളർന്നു വരുന്നത് കോൺഗ്രസ് നേതൃത്വം ബോധപൂർവം കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ആണ്. വ്യക്തമാണ്. രാജ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊല്ലത്തെ കോൺഗ്രസിൽ പൊട്ടിത്തെറി, വരുത്തന്മാരെ ഇറക്കുന്നതിനെതിരെ പ്രാദേശിക നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം, DCC അടക്കം ശക്തമായ പ്രതിരോധവുമായി രംഗത്ത് വരും. UDF സീറ്റ് വിഭജനം തർക്കമില്ലാതെ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഈ മാസം 7-നകം ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. 7-ാം തീയതി വന്ന് ഞങ്ങളുടെ ആദ്യ റൗണ്ട് പൂർത്തിയാക്കും. പിന്നെ 1-2 ദിവസത്തിനുള്ളിൽ യാതൊരു തർക്കവും ഇല്ലാതെ തന്നെ പൂർത്തിയാക്കുന്നത് UDFിൻ്റെ ശൈലികൾ പറഞ്ഞുകൂടെ അത് ചർച്ച ചെയ്യും. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാനിച്ചും രാജ്യദ്രോഹ കുറ്റം ചുമത്തി ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്ത കനയ്യകുമാർ ഇന്ന് ജയിൽ മോചിതനാകും. മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി കനയ്യെ ഇന്ന് മോചിപ്പിക്കും. കനയ്യെ സ്വീകരിക്കാൻ JNU വിദ്യാർത്ഥികൾ ആവേശത്തിലാണ്. 21 ദിവസത്തെ തീഹാർ ജയിൽവാസത്തിനു ശേഷം കനയ്യ ഇന്ന് പുറത്തിറങ്ങും. ജാമ്യം അനുവദിക്കാൻ ദില്ലി ഹൈക്കോടതി ഉത്തരവിട്ടതോടെ കനയ്യെ മോചിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി കോടതി ആവശ്യപ്പെട്ട ജാമ്യത്തുക കൂടി കെട്ടിവച്ചതിന് ശേഷമാണ് കനയ്യെ മോചിപ്പിക്കുക.
രാജ്യദ്രോഹ കുറ്റം ചുമത്തി ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്ത കന്നയ്യയ്ക്ക് കൊടും പീഡനങ്ങളാണ് ഇക്കാലയളവിൽ അനുഭവിക്കേണ്ടി വന്നത്. പോലീസ് കസ്റ്റഡിയിൽ തന്നെ അഭിഭാഷകർ കന്നയ്യയെ പാൻറിൽ മൂത്രം പോകുന്നതുവരെ ക്രൂരമായി മർദ്ദിച്ച കാര്യം ഞെട്ടലോടെയാണ് പുറം ലോകം അറിഞ്ഞത്. നിയമ നടപടികൾക്കായി കോടതിയിലെത്തിയ കന്നയ്യയ്ക്ക് പോലീസുകാർ നോക്കി നിൽക്കെ മർദ്ദനമേൽക്കേണ്ടിയും വന്നു. വ്യാജ വീഡിയോകളുടെ പേരിൽ കന്നയ്യയെ രാജ്യദ്രോഹിയായി ചിലർ ചിത്രീകരിച്ചു. ജാമ്യ ഹർജിയെ ദില്ലി പോലീസ് നിരന്തരം എതിർക്കുകയും ചെയ്തു. ഒടുവിൽ രാജ്യദ്രോഹ കുറ്റം എന്താണെന്ന് അറിയാമോ എന്ന് ദില്ലി പോലീസിനോട് ചോദിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ജാമ്യം ലഭിച്ചതിന് പിന്നാലെ വിജയത്തിമിർപ്പിലാണ് JNU. കന്നയ്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് JNUവിൽ വിദ്യാർത്ഥികൾ മാർച്ച് നടത്തി. ജാമ്യം നേടി ക്യാമ്പസിലെത്തുന്ന കന്നയ്യ JNUവിൽ തുടരുന്ന പ്രതിഷേധ സമരത്തിൽ സംസാരിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. നിലവിലുള്ള ജീവനക്കാരെ വെട്ടിച്ചുരുക്കി സംസ്ഥാനത്തെ എയ്ഡഡ് കോളേജ് മേഖലയെ തകർക്കാൻ സർക്കാർ നീക്കം. സംസ്ഥാനത്തെ എയ്ഡഡ് കോളേജുകളുടെ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാക്കുന്ന സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. ഉത്തരവിനെതിരെ പ്രതിഷേധവുമായി ജീവനക്കാരും കോളേജ് മാനേജ്മെന്റുകളും രംഗത്ത്. 1994 9200 ജീവനക്കാരുണ്ടായിരുന്ന എയ്ഡഡ് മേഖലയിൽ ഇന്ന് ജീവനക്കാരുടെ എണ്ണം 3200 ചുരുങ്ങിയിരിക്കുകയാണ്. 94 ശേഷം ഈ മേഖലയിൽ നിയമനങ്ങൾ കാര്യമായി നടന്നിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് ജീവനക്കാരുടെ എണ്ണം 30% കുറയ്ക്കണമെന്ന ഉത്തരവ് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയത്. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് തസ്തിക പുതിയ ഉത്തരവ് പ്രകാരം എടുത്തുകളഞ്ഞു. സീനിയർ സൂപ്രണ്ട് തസ്തിക 10% കോളേജുകളിൽ മാത്രമായി ചുരുക്കി. ലൈബ്രറി, ലാബ് സ്റ്റാഫുകളുടെ എണ്ണം നേർപകുതിയാക്കി. ടെക്നിക്കൽ സ്റ്റാഫ് ഇല്ലാതായി. പകരം ഇവരെ സ്വീപ്പർ തസ്തികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി B. ശ്രീനിവാസ് പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. കേരള നോൺ ടീച്ചിംഗ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ജേക്കബ് C. നൈനാൻ. ഈ ഗവൺമെൻറ് മേഖലയിലും എയ്ഡഡ് മേഖലയും തകർത്തുകൊണ്ട് ഇതെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഗവൺമെൻറ് അതിവേഗം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗവൺമെൻറ് മേഖലയെ തൊടാതെ ആദ്യം തന്നെ അസംഘടിത മേഖലയായ എയ്ഡഡ് മേഖലയെ ആദ്യം തന്നെ ഗവൺമെൻറ് ഈ ഓർഡറിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. എയ്ഡഡ് കോളേജുകളുടെ പ്രവർത്തനത്തെയും കോഴ്സുകളെയും പ്രതിസന്ധിയിലാക്കുന്ന ഉത്തരവിനെതിരെ പ്രതിഷേധം വ്യാപകമായിരിക്കുകയാണ്. കോട്ടയം CMS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോയ് സാം ഡാനിയേൽ. ടീച്ചേഴ്സും കൊണ്ട് മാത്രം ഒരു കോളേജ് ഓടത്തില്ല. ഒരു അക്കാഡമിക് ക്വാളിറ്റിയിൽ വേണ്ട സപ്പോർട്ട് ചെയ്യുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, ഇവരെയൊക്കെ എടുത്ത് ആ സ്ഥാനങ്ങളെല്ലാം എടുത്ത് കളഞ്ഞു. ഇത് വളരെയധികം പ്രതിഷേധാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. സർക്കാർ കോളേജുകൾക്ക് പുറമെ സാധാരണക്കാരുടെ പ്രതീക്ഷയായ എയ്ഡഡ് സ്ഥാപനങ്ങളെ തകർക്കാനുള്ള തീരുമാനത്തിനെതിരെ ജീവനക്കാരും കോളേജ് മാനേജ്മെന്റുകളും രക്ഷിതാക്കളും സമരത്തിനൊരുങ്ങുകയാണ്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. DYFI സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് സമാപനമാകും. ഇന്ന് ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കും. പൊതുസമ്മേളനം ഇന്ന് വൈകിട്ട് ഉണ്ടാകും. കോടിയേരി ബാലകൃഷ്ണൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി KT സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് എപ്പോഴായിരിക്കും കടക്കുക? പ്രതീക്ഷ, സംസ്ഥാന സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. സംഘടനാ റിപ്പോർട്ടും പ്രവർത്തന റിപ്പോർട്ടുമുള്ള ചർച്ചകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. മറുപടി പ്രസംഗങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇനി ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പാണ്. ഇന്ന് അല്പസമയത്തിനകം തന്നെ 3-ാം ദിവസം പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. ഉടനെ തന്നെ ഭാരവാഹികളുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും തെരഞ്ഞെടുപ്പ് നടക്കും. അതിനുശേഷമാണ് സമ്മേളന സമാപനം. വലിയ യുവജന റാലിയും ഇതിന്റെ ഭാഗമായി തിരൂരിൽ നടക്കുന്നുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. കാശ്മീർ സംസ്ഥാന സെക്രട്ടറി യൂസഫ് തരിഗാമി അധ്യക്ഷത വഹിക്കും. അബോയ് മുഖർജി തുടങ്ങി A. വിജയരാഘവൻ തുടങ്ങിയ CPIMന്റെ നേതാക്കളെല്ലാം സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ ചർച്ചകളാണ് പ്രവർത്തന റിപ്പോർട്ടിന്മേലും സംഘടനാ റിപ്പോർട്ടിന്മേലും എല്ലാം നടന്നിട്ടുള്ളത്. മികച്ച പരിസ്ഥിതി സംഘടനയായും അതുപോലെ സന്നദ്ധ സംഘടനയായും എല്ലാം DYFIക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ അംഗസംഖ്യയിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനനുസരിച്ചുള്ള ജനപങ്കാളിത്തം സമരങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന ഒരു സ്വയം വിമർശനം പാർട്ടി നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ 3-ാം ലിഗക്കാരുടെയും ദളിതരുടെയും എല്ലാം പ്രശ്നങ്ങളിൽ കൂടുതൽ സജീവമായി ഇടപെടുന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്വതന്ത്ര സംഘടനയായി പ്രവർത്തിക്കുന്നതിന് ചില പരിമിതികൾ ഉണ്ട് എന്ന വിമർശനവും ചർച്ചകളിൽ ഉയർന്നു വന്നു. ഇത് പരിഹരിക്കാനുള്ള, ഈ പരിമിതികൾ മറികടക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാവുമെന്ന് പ്രവർത്തന റിപ്പോർട്ടിലുള്ള ചർച്ചയ്ക്ക് ശേഷം പറയുകയുണ്ടായി. ഏതായാലും സമ്മേളനത്തിന്റെ ചർച്ചകളും മറുപടി പ്രസംഗങ്ങളും എല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പാണ്. പുതിയ ഭാരവാഹികളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായി പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. പ്രജീഷ്. KT സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. സമരാനുഭവങ്ങളുടെ പൊള്ളുന്ന ഓർമ്മകളുമായാണ് DYFI തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീലാൽ സംസ്ഥാന സമ്മേളനത്തിനെത്തിയത്. പോലീസ് മർദ്ദനമേറ്റ് പരസഹായമില്ലാതെ നടക്കാൻ പോലും ആകാതെയാണ് ശ്രീലാൽ തിരൂരിലെത്തിയത്.
ലക്ഷങ്ങൾ ദൂർത്തടിച്ച് ഇരിങ്ങാലക്കുടയിൽ ഗാന്ധി പ്രതിമ അനാച്ഛാദനം നടത്താനെത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ പ്രതിഷേധം നടത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കിടയിൽ ശ്രീലാലുമുണ്ടായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 23-നാണ് സംഭവം. പ്രതിഷേധിക്കാനെത്തിയവരെ ക്രൂരമായാണ് പോലീസ് നേരിട്ടത്. ശ്രീലാലിന് സാരമായി പരിക്കേറ്റു. കാൽമുട്ടുകൾ പൊട്ടിയടർന്നു. നിലവിലിപ്പോൾ എനിക്ക് ഈ കാൽമുട്ടിൻ്റെ ഇതിൻ്റെ തൊട്ട് താഴെയാണ്, അത് അടർന്നിരിക്കുന്നു. കാല് ചവിട്ടി പിടിച്ചിട്ടാണ് തല്ലിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കാല് ഉറപ്പിച്ച് നടക്കാൻ പറ്റില്ല, നിലവിൽ മുട്ട് മുളയ്ക്കാൻ പറ്റില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട്. കൈയിൻ്റെ ഇവിടെ ചതഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ ഒപ്പം തന്നെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി സഖാവ് സിജിത്ത് ഉണ്ട്. ആളെ തല പൊട്ടി 5 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. നീണ്ട നാളത്തെ ചികിത്സ നടത്തിയെങ്കിലും പരസഹായമില്ലാതെ നടക്കാൻ പോലും ശ്രീലാലിനാവില്ല. തൃശൂർ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ ശ്രീലാൽ സമ്മേളന നഗരിയിൽ ആവേശമായി. കഴിഞ്ഞ സമ്മേളന കാലയളവിൽ മാത്രം ആയിരക്കണക്കിന് പേരെ കള്ളക്കേസിൽ കുടുക്കുകയും ആയിരങ്ങൾക്ക് പോലീസ് മർദ്ദനങ്ങളിൽ സാരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്.